ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് അവിയോട് പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നീ എവിടൊക്കെയാണ് മോഷണം നടത്തിയത്, മോഷണം മുതലൊക്കെ കാണിച്ചു തരണം എവിടെയാണെന്നൊക്കെ പറയും. അപ്പോഴത്തേന് അഭി പറയും, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. എന്തായാലും മേളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്, കഴിഞ്ഞ ദിവസത്തെ മോഷണത്തിൻ്റെ പ്രതിയൊക്കെ പിടിച്ചോന്നൊക്കെ, അതിനെന്തായാലും മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ, നീ ഏതൊക്കെ മോഷ്ടിച്ചോ അതെല്ലാം പറഞ്ഞു തന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് വേണു ഒരു ഗുണ്ടയുടെ അടുത്ത് നന്ദുവിൻ്റെ ഫോട്ടോ കാണിക്കുന്നതാണ്. എന്നിട്ട് പറയും, ഇവളെ ഒന്ന് ശരിയാക്കി തരണമെന്ന്. അപ്പം അയാൾ പറയുന്നുണ്ട്, കാണാൻ കൊള്ളാമല്ലോ. കാണാൻ മാത്രമല്ല, 4 പേരെ ഒറ്റയടിക്ക് അടിച്ചിടാനുള്ള ആംബിയറുള്ളവളാണ് അവൾ. അത് കാരണം അവളുമായിട്ട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം. നേരത്തെ ഞാനൊരു കൂട്ടർക്ക് ഇതുപോലെ കാശ് കൊടുത്തതായിരുന്നു, അവർ പക്ഷേ അവളുടെ അടിയും കൊണ്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് വേണം ഇവളെ ശരിയാക്കാൻ. അതുപോലൊന്നും ഉള്ള ആളല്ല സാറേ ഞാൻ. എനിക്ക് ഇതുപോലെ ഒരാളൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ഇവളെ ശരിയാക്കി തന്നിരിക്കുമെന്ന് പറയും. എന്തായാലും അവളെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവൾ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യണം. അതുകൊണ്ട് അവളെ ശരിയാക്കണമെന്ന് പറഞ്ഞ് അഡ്വാൻസായിട്ട് കുറച്ച് കാശ് അയാളെ ഏൽപ്പിക്കുന്നുണ്ട്. അഭിയെ ലോക്കപ്പിലിട്ട് പോലീസുകാരൻ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അഭി അന്നേരം എല്ലാം ഭഗവാനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ SI ചോദിക്കുന്നുണ്ട്, നീ കുറുവാസംഘത്തിൽ പെട്ടവനാണോടാന്ന്. ഞാൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല സാറേ എന്ന് അഭി പറയും. എന്തായാലും നിൻ്റെ ബാക്കി കൂട്ടാളികളെയും കൂടെ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. അഭി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സാറേ ഞാൻ അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമോനാണെന്ന്. നീ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതിന് നിനക്ക് വേറെ ഇടി ഞങ്ങൾ തരുമെന്ന് പറയും. എന്തായാലും സാറിനെ പോലുള്ള ഒരാളെക്കുറിച്ചൊക്കെ നീ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നിന്ന് അന്വേഷിക്കണം, അവിടെ വല്ലതും മോഷണവും നടന്നിട്ടുണ്ടോയെന്ന്, നീയൊക്കെ അവിടെ നിന്നും വല്ലതും അടിച്ചു മാറ്റിയിട്ടുണ്ടോയെന്ന് തിരക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ തെളിയാതെ കിടക്കുന്ന എല്ലാ കേസുകളും നിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് SI അങ്ങ് ഇറങ്ങിപ്പോവും. പിന്നീട് കാണിക്കുന്നത് ദേവയാനി ഇങ്ങനെ ഹാളിലിരുന്ന് ഓർക്കുന്നതാണ്. ദേവയാനിയുടെ അടുത്ത് ആദർശ് നയനയും കൊണ്ട് വരുമ്പോഴത്തേന് എനിക്ക് ഇവളെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനയെ ഇറക്കി വിടാനൊക്കെ തുടങ്ങുമ്പം നയനയിൽ നിന്ന് കരയുന്നതൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. നയനയായിരിക്കുമോ തനിക്ക് കരൾ തന്നെന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ ദേവയാനി ഇരുന്നിട്ട് ഉടനെ ഫോൺ എടുത്തിട്ട് ഡോക്ടറെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എനിക്ക് കരൾ തന്ന കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഡോക്ടർക്ക് അറിയാമെന്ന്. അപ്പോൾ ഡോക്ടർ പറയും, ആ പെൺകുട്ടിയും അവളുടെ ഭർത്താവും ആ പേര് വെളിപ്പെടുത്തരുതെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥിതിക്ക് അത് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയും. എന്നാലും എൻ്റെ ഡോക്ടറെ എല്ലാവരും എന്നിൽ നിന്ന് ആ കുട്ടിയുടെ പേരും അഡ്രസ്സും ഒക്കെ മറച്ചു വെക്കുകയാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, ആ കുട്ടിയെ അറിയാവുന്നവരൊക്കെ ദേവയാനിയുടെ ചുറ്റുമുണ്ടല്ലോ, അപ്പം ദേവയാനി അവരോടൊക്കെ തന്നെ തിരക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് ഫോൺ വെക്കും. അപ്പം ദേവയാനിക്ക് അങ്ങ് ടെൻഷൻ ആണെന്നാലും ആരായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ. ആ സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. അപ്പം ജലജ നോക്കി നിൽക്കുന്നുണ്ട്, ദേവയാനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. അപ്പം ദേവയാനി അടുത്തോട്ട് ജലജ വന്ന് ചോദിക്കും, എന്താ ഏട്ടത്തിക്ക് എന്തോ ഒരു വിഷമമുള്ള പോലെ തോന്നുന്നല്ലോ എന്ന്. അല്ല, എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഞങ്ങളാരും കണ്ടില്ല, ഞങ്ങളോട് ആരും പറഞ്ഞുമില്ലെന്ന് പറയും. ഞാൻ ആ കുട്ടിക്ക് 50 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ആദർശിനെ ഏൽപ്പിച്ചിരുന്നു, പക്ഷേ അവരത് മേടിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല, ആ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല എന്ന് പറയും. അപ്പോൾ ജലജ ഓർക്കുന്നുണ്ട്, ക്യാഷ് ആവശ്യമില്ലാത്തവർക്കെല്ലാം കൊണ്ട് കൊടുക്കുകയാണ്, ഇവിടെ ആവശ്യമുള്ളവർക്ക് 10 പൈസ ആരും തരുന്നില്ലല്ലോ എന്ന്. അത് വലിയ ക്യാഷ് ടീം വല്ലതും ആയിരിക്കും ഏട്ടത്തി, അതുകൊണ്ട് ഏട്ടത്തി അതിനെക്കുറിച്ചൊന്നും ഇനി തിരക്കാനൊന്നും പോവണ്ട എന്ന് പറഞ്ഞിട്ട് ഏട്ടത്തിക്ക് ജ്യൂസ് വല്ലതും വേണമെന്ന് ചോദിക്കുന്നുണ്ട് ജലജ. എനിക്കൊന്നും വേണ്ടെന്ന് പറയും. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ജലജ അങ്ങ് പോകും. അന്നേരം ദേവാനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആദർശും ജയനും ഒക്കെ മലയിറങ്ങി വന്നിട്ട് അവർ അവിയെ ഇരുത്തിയിട്ട് പോയ അമ്പലത്തിൽ വന്ന് അവിയെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവിയെ അവിടെ നിന്നും കാണാഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ഒരു സ്വാമിയോട് ചോദിക്കും, ഫോട്ടോയൊക്കെ കാണിച്ച് ഇയാളെ എവിടെങ്ങാനും കണ്ടായിരുന്നു എന്ന്. ഇല്ലെന്ന് പറഞ്ഞ് ആ സ്വാമി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ആ സ്വാമി പറയുന്നത്, ഇവിടെ അടുത്തൊരു ചായക്കടയുണ്ട്, ആ കടയിൽ എല്ലാവരും ഇവിടുന്ന് ചായ കുടിക്കാനൊക്കെ ചെല്ലാറുണ്ട്, അതുകൊണ്ട് ആ കടയിൽ എങ്ങാനും കാണും, അവിടെ ഒന്ന് തിരക്കാൻ പറയും. അപ്പോൾ ഇവർ ആ കടയിൽ ചെന്നിട്ട് ചായ ചോദിച്ചിട്ട് പിന്നെ പറയും, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കണ്ടായിരുന്നു. ഇത് ഒരു കള്ളനല്ലേ എന്ന് പറയുന്നുണ്ട് അവർ. അന്നേരത്തേന് ഇവരിക്കും, കള്ളനോ, അയാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു പറയും. എന്തായാലും ഇവിടെ വന്ന് ക്യാഷ് ഒന്നുമില്ല, ചായ തരണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തില്ലെന്ന് പറയും. അന്നേരത്തേന് ജയൻ പറയുന്നുണ്ട്, അതെന്തൊരു പരിപാടിയാണ് കാണിച്ച്, അവർ ക്യാഷിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തരത്തില്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ വന്നതായിരുന്നു എന്ന് പറയും. അന്നേരം അവൻ്റെ ഈ ക്യാഷ് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇവർ ഓർക്കുന്നുണ്ട്. എന്നിട്ട് പറയും, എന്തായാലും ഇവിടെ മുഴുവൻ കള്ളന്മാരാണ്, അതുകൊണ്ട് കള്ളന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ഞങ്ങൾ
വിചാരിച്ചെന്ന്. ഇവിടെ അപരിചിതരായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പോലീസ് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അതുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലെങ്ങാനും നിങ്ങൾ എന്നൊന്ന് തിരക്കാൻ പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പം ജയനൊക്കെ വണ്ടിയെ വന്ന് കയറുമ്പോഴത്തേന് ചായക്കടക്കാരൻ പറയുന്നുണ്ട്, ആർക്കറിയാൻ വല്ല മോഷ്ടാക്കളാണോന്ന്. ഇപ്പം മോഷ്ടാക്കൾക്കല്ലേ ഏറ്റവും കൂടുതൽ ക്യാഷൊക്കെ ഉള്ളത്, സെറ്റപ്പിലൊക്കെ വരുന്നത് ഇപ്പോൾ അവരായിരിക്കും എന്ന് പറഞ്ഞ് അവരിയ്ക്കുന്നു. അനന്തപുരിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാവരും മലയ്ക്ക് പോയെങ്കിലും വ്രതമെടുക്കാതെ അതെല്ലാം തെറ്റിച്ചു പോയ നിൻ്റെ മകൻ മാത്രം എന്തായാലും മല കയറിയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോഴത്തേന് ജലജ പറയുന്നുണ്ട്, അവൻ ഇത്രയും വർഷം പൊയ്ക്കൊണ്ടിരുന്നതല്ലേ, എന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവൻ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് പോയതാണ്, അന്നേരമല്ലേ അവന് മല കയറാതിരിക്കാൻ പറ്റിയത്. അതുകൊണ്ട് അതെല്ലാം ഇവിടെ വന്ന് കയറിയ പെൺപിള്ളേരുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറയും. അന്നേരത്തേന് അത് കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. ഉടനെ പറയും, ഈ വീട്ടിൽ കയറി വന്ന മരുമക്കളുടെ കൂട്ടത്തിലൊന്നും എൻ്റെ മരുമകളെ കൂട്ടണ്ട എന്ന് പറയും. എൻ്റെ അനാമിക മോളാണെങ്കിൽ എല്ലാവരും കയറി വരേണ്ട പോലെ തന്നെ സ്വത്തും പണവും എല്ലാം ആയിട്ട് തന്നെ വന്ന് കയറിയതാ, എല്ലാം കൊണ്ടും എൻ്റെ മരുമോള് നല്ല ബെറ്റർ ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേന് മുത്തശ്ശൻ പറയും, എന്തായാലും നയനമോളുടെ അത്രയും നല്ല പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയിട്ടില്ല എന്ന് പറയും. അത് കേൾക്കുന്നത് ജാനകിക്കും ജലജയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എല്ലാം ദേവയാനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നിട്ട് ദേവയാനി ചോദിക്കും, എന്താ അച്ഛാ അവൾക്ക് മാത്രം ഇത്ര വലിയ പുണ്യം പറയുന്നത്, അവൾ എന്നെ അത്രയ്ക്ക് ബെറ്റർ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ജലജ പറയും, അത് ഏട്ടത്തിക്ക് അറിയത്തില്ലേ, അവളല്ലേ ഏട്ടത്തിക്ക് കരൾ പകത്ത് തന്നെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ഞെട്ടുന്നുണ്ട്. പക്ഷെ അവരൊന്നും മിണ്ടത്തില്ല. അന്നേരം ദേവയാനി ഇങ്ങനെ അവരെ രണ്ടുപേരെയും നോക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയും, നയനമോള് അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ സ്വന്തം ജീവൻ പോലും അമ്മായിയമ്മയ്ക്ക് വേണ്ടി കൊടുത്തേനെ. നയനമോൾ ഒരിക്കലും ദേവയാനിയെ മരുമകളുടെ സ്ഥാനത്ത് നിന്നല്ല കണ്ടിട്ടുള്ളത്, മകളുടെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് സ്നേഹിച്ചിട്ടുള്ളത്. അത് നയനെ മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ട് ദേവയാനിക്ക് തോന്നുക ഓരോന്നൊന്നും പറയുന്നുണ്ട്. എന്നാലും എൻ്റെ അനാമിക മോളെ ആ നന്ദു എന്തൊരു തല്ലായിരുന്നു തല്ലിയത്, തല്ലുക മാത്രമാണോ ചവിട്ടുക എല്ലാം ചെയ്തെന്ന് ജാനകി പറയുന്നുണ്ട്. അത് പിന്നെ എന്തിനാ ആ വീട്ടിൽ ചെന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്, നയനമോക്ക് വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ നയനെ അങ്ങനെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തത് സ്വന്തം സഹോദരിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ, അതുകൊണ്ടാണ് അവൾ തല്ലിയത് എന്ന് പറയും. മുത്തശ്ശൻ പറയും, പിന്നൊരു കാര്യം, ഈ വീട്ടിൽ നീയും ജാനകിയും വന്ന് കയറി കഴിഞ്ഞിട്ടാണ് നയനയും നവ്യയും അനാമികയൊക്കെ കയറി വന്നത്. പക്ഷേ മരുമക്കളായിട്ട് കയറി വന്നവരിൽ ഏറ്റവും ബെറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ നയനമോളാണെന്നേ പറയത്തുള്ളൂ. ഞങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം അത് തന്നെയാണ്. അതുകൊണ്ട് 100 മാർക്കും ഞാൻ കൊടുക്കുന്നത് എൻ്റെ നയനമോൾക്ക് തന്നെയാണെന്ന് മുത്തശ്ശൻ പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മോൾക്ക് സ്വർണവും കൊണ്ട് അങ്ങോട്ട് പോയത്. അതിലിവിടെ പലർക്കും പരാതിയുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ മോളെ അതുപോലെ കാണുന്നു, ഞങ്ങൾക്ക് മോളെ അതുപോലെ ഇഷ്ടമാണെന്ന് പറയും. മോളെ മനസ്സിലാക്കി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ദേവയാനിക്ക് നല്ല കാലം വരത്തുള്ളെന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് എഴുന്നേറ്റ് പോകും. ലോക്കപ്പിൽ കിടക്കുന്ന അഭിയെ ഒരു പോലീസുകാരൻ വന്ന് വിളിച്ച് ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അന്നേരം അഭി വെല്ലുമ്പോഴത്തേന് ആദർശും ജയനും അജയനും എല്ലാവരും സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണുമ്പോഴത്തേന് അഭി പറയും, അമ്മാവ എന്നെ ഇവർ ഒരുപാട് തല്ലി, ഞാൻ ആനന്ദമൂർത്തി സാറിൻ്റെ കൊച്ചുമാനാണെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ മൈൻഡ് ഇല്ലെന്ന് പറയും. അപ്പോൾ തന്നെ ജയൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ച് ഒരാളൊരു സ്വന്തം ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോഴത്തേന് അതൊന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടായിരുന്നു എന്ന് ചോദിക്കും. അത് സാർ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പേര് കിട്ടുന്നതല്ലേ, അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാവരും കള്ളം പറയുന്നവർ ഒത്തിരിയും, അത് കാരണം ഞങ്ങൾക്ക് പറ്റാമെന്ന് പറയും. എന്തായാലും നിങ്ങൾ ചെയ്ത തൊട്ട് ശരിയായില്ല എന്ന് പറയും. എന്നെ ഒരുപാട് തല്ലി എന്നൊക്കെ പറഞ്ഞ് അഭി അങ്ങ് പരാതി പറയും. ഇത് കേസാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേന് ഇവർ പറയും, എന്നാൽ എന്തായാലും ഞങ്ങൾ കൊണ്ടുപോയി, ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവരങ്ങ് പോവും. ഇറങ്ങി വരുമ്പോഴത്തേന് അഭി പറയും, എന്തായാലും അമ്മാവ നമുക്കിത് കേസാക്കണം, എന്നെ അവർ ഒത്തിരി ഉപദ്രവിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ആദർശ് പറയും, കേസാക്കേണ്ട കാര്യമായിരുന്നു ഇത്, പക്ഷേ ആഹാരം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോകുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അത് നീ ചെയ്തത് കാരണം നിനക്ക് അതിനുള്ള ശിക്ഷയായിട്ട് ഭഗവാൻ വന്ന് പോലീസിൻ്റെ രൂപത്തിൽ വന്ന് 2 തന്നേച്ച് പോയതാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ഒരുമാതിരി വയ്യാതെ നിൽക്കുന്ന അഭിയുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.